പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നലെയാണ് പാരഡൈസ് എന്ന സിനിമ കാണാനിടയായത്. റോഷനും ദർശന രാജേന്ദ്രനുമാണ് മെയിൻ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. 28ാമത് ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള കിം ജിസോക് പുരസ്കാരം, സ്പെയിനിലെ 23ാമത് ലാൽ പാൽമാസ് ദേ ഗ്രാൻ കനേറിയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം, ഫ്രാൻസിലെ 30ാമത് വെസൂൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രീതു ജൂറി ലിസിയൻ പുരസ്കാരം, 17ാമത് ഏഷ്യൻ ഫിലിം അവാർഡിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച ചിത്ര സംയോജനം എന്നീ വിഭാഗങ്ങളിൽ നാമനിർദ്ദേശവും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റിലീസിന് മുമ്പ് ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു പാരഡൈസ്. പോരാട്ടങ്ങളുടെ കഥ, നമ്മളൊക്കെ അനുഭവിച്ചു പോയ സമ്മർദ്ദങ്ങളുടെ കീഴിൽപ്പെടുന്ന ജീവിതങ്ങളുടെ നേർസാക്ഷി. ലൊക്കേഷൻ ശ്രീലങ്കയാണ്, ക്യാമറ രാജീവ് രവിയാണ്, മലയാളം സിംഹള ഭാഷയിലാണ് കൂടുതൽ, അത്യാവശ്യം ഇംഗ്ലീഷും ഉണ്ട് അതിനിടയിൽ. പാരഡൈസിലെ സംഭാഷണങ്ങൾ. സംവിധായകൻ പ്രസന്ന വിത്തനാകെ മികച്ചൊരു സിനിമാ അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കേശവും ഭാര്യ അമൃതയും തങ്ങളുടെ 5ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ശ്രീലങ്കയിലെത്തുന്നു. അമൃതയുടെ പ്ലാനിംഗ് ആയിരുന്നു വിവാഹ വാർഷികം ശ്രീലങ്കയിൽ ആഘോഷിക്കാമെന്നത്. എന്നാൽ ശ്രീലങ്കയിൽ അവരെ കാത്തിരുന്നത് അത്ര നല്ല സംഭവങ്ങളായിരുന്നില്ല. ഇരുവരും അവിടെ എത്തുമ്പോൾ ശ്രീലങ്കൻ ജനത പ്രതിഷേധത്തിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ് അവർ. ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇവരുടെ കഷ്ടപ്പാടുകൾ ഒന്നും കേശവിനെയോ അമൃതയെയോ ബാധിക്കുന്നേയില്ല. ശ്രീലങ്കയിലെത്തിയ അവർ നല്ലൊരു റിസോർട്ട് തന്നെയാണ് താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആ റിസോർട്ടിൽ മറ്റു ടൂറിസ്റ്റുകളെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ ആരും പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല. ആകെയുള്ളത് ഒരു കുക്ക്, പിന്നെ ഒരു റൂം ബോയ്, അത്യാവശ്യം മലയാളം പറയുന്ന റൂം ബോയ്, അത്യാവശ്യം മലയാളം അറിയാവുന്ന റൂം ബോയ്. അയാൾ പറയുന്നുണ്ട് മലയാളം അറിയാം, നന്ദി ചേട്ടാ എന്നൊക്കെ പറയുന്നു, നന്ദി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇവരുടെ ഒപ്പം എപ്പോഴും ഉള്ള ഒരു ഗൈഡ് വിത്ത് ഇവരുടെ വണ്ടി ഓടിക്കുന്ന, അതായത് ഇവർ പോകുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർ. ഇവരുടെ ആ റിസോർട്ടിലെ ആദ്യത്തെ രാത്രി തന്നെ അവിടെ ഒരു മോഷണം നടക്കുകയാണ്. അതായത് ഇതിലെ ഭാര്യയുടെ ലാപ്ടോപ്പും ഇവൻ്റെ മൊബൈലും എല്ലാം നഷ്ടപ്പെടും. പിന്നെ അങ്ങോട്ട് ഈ ലാപ്ടോപ്പും ഈ മൊബൈലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അന്വേഷണങ്ങളാണ്. അതിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കുന്നത്. SI വരുന്നു. SI ആണെങ്കിൽ വെറും ഒന്നും നോക്കുന്നില്ല. ഏതോ 2-3 നിരപരാധികളെ പിടിച്ചു കൊണ്ടിടിച്ച് അവരെ എടുത്തുകൊണ്ട് വയ്ക്കണം. അതിൽ ഒരുത്തൻ മരണാസന്നനാവണം, അവനെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. അതിൻ്റെ പുറകെയുള്ള ഒരു ത്രില്ലിംഗ് ആണ് പടം. അതിൻ്റെ പുറകെയുള്ള അന്വേഷണമാണ് ഇതാരാണ് എടുത്തുകൊണ്ട് പോയെന്നുള്ളത്. കേശവും അമൃതയുമായി റോഷനും ദർശനയും അഭിനയിക്കുന്നു. ദർശന ഒരു രക്ഷയുമില്ല, വളരെ കിഡിലൻ അഭിനയമാണ്. റോഷനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ലിപ് ലോക്കിങ്ങിലൊക്കെ ക്യാമറ ആണ്. ഇവരുടെ ആദ്യത്തെ ഒരു ഇൻറ്റിമേറ്റ് സീനുണ്ട് ഈ റിസോർട്ടിൽ വെച്ചിട്ട്. അത്ര മോശമല്ല, വളിപ്പോ വൾഗറോ ഒന്നുമില്ല. പിന്നെ അതിനകത്ത് വന്നു പോകുന്ന ഓരോ ആളുകളും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് SI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോലീസുകാരായിക്കോട്ടെ, അല്ല ഹോസ്പിറ്റലിലുള്ള ആളുകൾ കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും രസകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, അതായത് കേശവും അമൃതയും, അതിൽ ഒരാൾ മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. ഒരാൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് ഞാനിവിടെ പൊളിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.